എല്ലാവരും നിന്നോട് പറയുന്നുണ്ട് കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യും, ഒരു ഫോളോയിങ് ബിൽഡ് ചെയ്യും, ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ. പക്ഷെ ഇത് എന്തിനാ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയോ? കുറച്ച് നാൾ മുന്നേ വരെ ഒരു ബ്രാൻഡിന് അതിന്റെ സർവീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ TV അഡ്വർടൈസ്മെന്റ്സ്, ന്യൂസ് പേപ്പേഴ്സ്, ബിൽ ബോർഡ്സ്, ഈ പറഞ്ഞ ഹ്യൂജ് കോസ്റ്റ് വരുന്ന ഡിസ്ട്രിബ്യൂഷൻസ് ആണ് അവർ എടുക്കുക. ഈ ഡിസ്ട്രിബ്യൂഷൻ കുറച്ച് ആൾക്കാരുടെ കയ്യിൽ മാത്രം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. ബട്ട് റൈറ്റ് നൗ ഒരു മൊബൈൽ ഫോൺ, ഒരു ഇൻസ്റ്റാഗ്രാം പേജും ഒരു പ്രസന്റേഷൻ സ്കില്ലുള്ള ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് ഡിസ്ട്രിബ്യൂഷൻ ബിൽഡ് ചെയ്യാം. അതായത് ഒരു റൈറ്റ് ഓഡിയൻസിനെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം ബ്രാൻഡ്സിന് ഒരു കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലായി, പീപ്പിൾ ഡോണ്ട് ബൈ ഫ്രം ബ്രാൻഡ്സ്, പീപ്പിൾ ബൈ ഫ്രം പീപ്പിൾ. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, ലാസ്റ്റ് ടൈം നീ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തത് ഒരു ഇൻഫ്ലുവൻസറിന്റെ ഹെൽപ്പോടെയാണോ അതോ നീ തന്നെ റിസർച്ച് ചെയ്തിട്ടാണോ? മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ റിലൈ ഓൺ ഇൻഫ്ലുവൻസേഴ്സ് ടു ബൈ എ പെർഫെക്റ്റ് തിങ് ഫോർ ദം. ഇങ്ങനെയാണ് ബ്രാൻഡുകൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ഓഡിയൻസിന്റെ ട്രസ്റ്റും അറ്റൻഷനും പിടിച്ചു പറ്റുന്നത്. സോ ഇമാജിൻ ദിസ്, രണ്ടാൾക്കാർ രണ്ടുപേർക്കും സെയിം സ്കിൽ സെറ്റ് ആണ്. ഒരാൾ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, മറ്റേ ആൾ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ, ഒരു കൾട്ട് ഫോളോയിങ് ബിൽഡ് ചെയ്യുന്നുണ്ട്. അതിലൂടെ അവൻ വിസിബിലിറ്റി ഗെയിൻ ചെയ്യുന്നുണ്ട്. അതേസമയം സ്കില്ല് മാത്രമുള്ള ആൾ അവിടെ ഇരിക്കും. ദിസ് ഈസ് ദ റിയാലിറ്റി. ഇവിടെ നീ മനസ്സിലാക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഇസ് ദ കീ. അപ്പോൾ ഈ രണ്ട് കേസിൽ ഡിസ്ട്രിബ്യൂഷൻ ഉള്ള ആൾ എപ്പോഴും ജയിക്കും. ഇതുകൊണ്ടാണ് പറയുന്നത് കോണ്ടന്റ് ക്രിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യണോ വേണ്ടിയോ എന്ന് ആലോചിച്ചിരിക്കുന്നവരോട് എനിക്കൊന്ന് പറയാനുള്ളൂ, കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്താൽ വിസിബിലിറ്റി ഉണ്ടാവും, നിന്റെ ടാലൻറ്റ് നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യാം. അത് ചെയ്തില്ലെങ്കിൽ ടാലൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. യു ക്യാൻ ഡിസൈഡ്. യു ഗോട്ട് ദിസ്.